السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ഒന്ന് ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ വലിയ ഭാഗ്യത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടുന്ന, ചെറിയ സമയത്തിനുള്ളിൽ വലിയ ഭാഗ്യത്തെ അടയാളപ്പെടുത്താവുന്ന ഒരു അമലാണ് ഇന്ന് പറയുന്നത്. വുളൂഇന് ശേഷമുള്ള ദുആ. ഇരു കൈകളും മേലോട്ട് ഉയർത്തി കണ്ണുകളും മേലേക്ക് ഉയർത്തിയിട്ട് കേവലം 40 സെക്കൻഡ് കൊണ്ട് പ്രാർത്ഥിച്ച് തീർക്കാവുന്ന കേവലമായ ചില വാക്കുകൾ. അതുകൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം എന്താന്ന് വെച്ചാൽ ആ അമല് ഒരിക്കലും പൊളിഞ്ഞൂല, അതവിടെ ഉണ്ടാവും. ഇതടിസ്ഥാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ആ അമല് തീരെ പൊളിഞ്ഞു പോകില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ കാഫിറായി മരിക്കൂല എന്നാണ്. കാരണം ഒരാള് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ അവന്റെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകല്ലോ. അപ്പൊ ഇത് തീരെ പൊളിഞ്ഞു പോകില്ല എന്ന് പറയാൻ കാരണം ഇത് പതിവാക്കിയ ആള് ഒരിക്കലും ഈമാൻ തെറ്റി മരിക്കൂല എന്നാണ് അതിന്റെ മായന. സമയം 1 മിനിറ്റ് ഇല്ല. ഒതുകൊടുത്താല് ഈ ദുആക്ക് 1 മിനിറ്റ് ഇല്ല, ആകെ 40 സെക്കൻഡ് വരും. അതുകൊണ്ടുള്ള നേട്ടോ നമ്മളെപ്പോഴും ആളുകൾ കണ്ട പരസ്പരം മോനിങ്ങൾ പറയാഎന്താ, ആക്കിബത്ത് നന്നായി മരിക്കാൻ ദ്വാരക്കണം കേട്ടോ. അതെല്ലാരും അങ്ങോട്ട് പരസ്പരം പറയാറില്ലേ, ഈമാനോടെ മരിക്കാൻ തോർക്കണം, ആക്കിബത്ത് നന്നായി മരിക്കാൻ തോർക്കണം, അവസാനം നന്നാന്ന് തോർക്കണം. ഈ മൂന്നാണ് എല്ലാരും കൂടുതൽ പറയല്. എന്നാ അതിന് പറ്റുന്ന ഏറ്റവും നല്ല അമലാണ് ഇത്. പതിവാക്കിയവന് ഈമാൻ തെറ്റി മരിക്കുന്ന പ്രശ്നമില്ല. ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കുക, ഒതു കൊടുത്താല് ഇത് ദ്വാരക്കാതെ ഞാൻ നിസ്കരിക്കാൻ നിൽക്കൂല. ഞാനിത് പതിവാക്കുന്ന ആളാണ്. അത് കുറെ ദിവസം ശീലിച്ച പിന്നെ ദ്വാരക്കാക്കാൻ കഴിയില്ലാന്ന്. ഒരു സംഗതി ശീലിച്ചാ പിന്നെ അതിന് മാറാൻ കഴിയില്ല. കുറച്ചാണ്ട് ശീലിച്ചാൽ മതി. കുറച്ചതിങ്ങനെ കത്തിപ്പിടിച്ച് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, ദ്വാരക്കാളിൽ എന്തെങ്കിലും രൂപത്തിൽ ഓർമ്മ ആവാൻ എന്തെങ്കിലും ചെയ്തിരിക്കും. ഓതുകൊടുത്തരുമ്പോ തലിന്റെ മേലെ ചാവി വെച്ചാൽ മതി. അപ്പൊ തോന്നില്ല എന്തിനാ പോയി ചാവി വെച്ചിങ്ങനെ അപ്പൊ ഓർമ്മ ആവും. ഒരു ഉദാഹരണം പറയാം, ചെറിയ ഉദാഹരണം പറയാം. എന്തെങ്കിലും ഒന്ന് ഓർമ്മ ചെയ്താൽ മതി. അങ്ങനെ ഇത് കുറച്ച് ദിവസം ഓർമ്മയ്ക്കും. ഓർമ്മയായി കഴിഞ്ഞാൽ പിന്നെ കത്തി പിടിച്ചാൽ പിന്നെ കെടൂല. പിന്നെ ദ്വാരക്കാതെ നമുക്ക് വേറെ നമസ്കാരത്തിൽ നിൽക്കാൻ പറ്റില്ല, ആണ്ട് ശീലാവും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ആക്കവത്ത് തെറ്റിച്ച് മരിക്കൂലാണ്. മാത്രല്ല ഇത് പതിവാക്കിയവന് സ്വർഗത്തിന്റെ 8 വാതിലും തുറന്നിട്ടുണ്ട്. 8 വാതിലുള്ളിൽ കൂടി ഒരാൾ സ്വർഗത്ത് പോവാ. പോണി ഒരു വാതിലുള്ളിൽ കൂടി പോകും. ഇപ്പൊ ഇവിടെ എല്ലാ വാതിലും ഒരാൾക്ക് തുറന്നാൽ ഇതിന് 3 വാതിലുള്ളിൽ കൂടി കയറുവോ? ഇല്ല. പിന്നെ എന്തിനാണ് എല്ലാ വാതിലും തുറന്നു കൊടുക്കുന്നത്? ഇവിടെ നിങ്ങൾക്ക് ഒരു തടസ്സമില്ല, ഇഷ്ടമുള്ള വാതിൽ കൂടി കയറിക്കോളി. അതാണ്. ഇടിച്ച് കയറിയിട്ട് ഒരു സ്പേസ് കൂടി ചാടി മറിഞ്ഞ് മതിൽ കടിയിട്ട് സ്വർഗത്തേക്ക് ചുഴന്ന് കയറേണ്ട കാര്യമില്ല. ഓങ്ങണ്ട് വരുമ്പോ തന്നെ ഓന് സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സത്തിന്റെ ഒരു തൂണ് പോലും അള്ളവാക്കിയേക്കൂല. ഒക്കാണ്ട് തുറന്നിട്ട് കൊടുക്കും. ഏരിച്ച കൂടെ പോയത് മലപ്പുറം ഭാഷ പറയണേ, ഏരിച്ചു പിടിച്ച് പോരോ. ഈ അമൽ എന്തത്ര പണിയുള്ളത്. അതുകൊണ്ട് നമ്മളെ ക്ലാസ് പങ്കെടുക്കുന്ന എല്ലാ ആളുകളും വുളൂഇന് ശേഷം ഈ ദുആ പതിവാക്കുന്ന ആളുകളായിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ അറിയില്ലേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അത് ശരി, നേരെ നോമ്പിന്റെ അവിടെ കൊടുത്തു. ഒന്നുകൂടെ തുടങ്ങിങ്ങളെ അസ്സലുക്കൽ ജന്നത്തോളതിക്കുന്ന എന്താണ് ആ ദുആ? അല്ലാഹുമ്മ ജ്അൽനി മിനൽ മുത്തത്വഹിരീന വജ്അൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ. അല്ലാഹുമ്മ ജ്അൽനി മിനൽ തവ്വാബീന വജ്അൽനി മിനൽ മുത്തത്വഹിരീന വജ്അൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ. ഞാൻ എന്താ വേണ്ടി 3 കിട്ടിയില്ല. പടച്ചോനെ, എന്നെ തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തണേ റബ്ബേ, എന്നെ ശുദ്ധിയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ പെടുത്തണേ റബ്ബേ. ശുദ്ധിയാക്കിയിട്ടപ്പോ വരണേ.
കാലും കൈയൊക്കെ കഴുകി ചെറിയ ശുദ്ധിയാക്കിയല്ലേ, പിന്നെ ഇനിയിപ്പോ എന്താ ശുദ്ധിയുള്ളവരെ കൂടുതൽ പെടുത്തണേന്ന് അതിനൊരു ധ്വനിയുണ്ട്. എനിക്ക് ഈ തന്ന സ്വാതന്ത്ര്യം അനുസരിച്ചുകൊണ്ട് എന്റെ ശരീരത്തിൽ ശുദ്ധി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞാൻ ശുദ്ധിച്ചിട്ടുണ്ട്. ഇനി മർമ്മപ്രധാനപ്പെട്ട എനിക്കൊരു അവയവം, ആന്തരിക അവയവമാണ്, അത് കൽബാണ്. അവിടെ വെള്ളം കൊണ്ട് എനിക്ക് തൂത്ത് വൃത്തിയാക്കി ശുദ്ധിയാക്കാനും കഴിയില്ല. അത് ഞാൻ എന്നെ ഏൽപ്പിച്ചിരുന്നു അതിനർത്ഥം. അപ്പൊ അള്ളാഹു തആല അതുകൊണ്ട് കഴുകി തരും. ഇപ്പൊ ഉള്ളും കഴുകി പുറം കഴുകും, സാറായി. ഇത് കുറേ ദിവസം അടുപ്പിച്ചിട്ടാണ് പറഞ്ഞ അല്ല ഏതെങ്കിലും സമയത്ത് ഫുള്ളായിട്ട് ശുദ്ധിയാക്കാതിരിക്കോ, ഒന്നെങ്കിലും മരിക്കുമ്പോഴേ അള്ളാഹു തആല ശുദ്ധിയാക്കി തരില്ല. അതല്ല ദുആ. അപ്പൊ പതിവാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ, നീ ഇഷ്ടപ്പെട്ട നിന്റെ സജ്ജനങ്ങളായ അടിയാറുകളിൽ എന്നെ പെടുത്തണേ. ഇത് ഒരാൾ നിരന്തരം ഒതുവിന് ശേഷം ദ്വാരുന്നാൽ കയ്യും കണ്ണൊക്കെ മേവട്ടാക്കിയത് പറഞ്ഞാൽ അള്ളാഹു തആല തട്ടു. എന്താ ഈ പറയണേ? അതുകൊണ്ട് നമ്മളെ ക്ലാസ് പങ്കെടുത്ത എല്ലാവരും ഇന്നു മുതൽ ചീരാകാഞ്ഞ് കുടിക്കണം. ഇത് പതിവാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മറക്കരുത്. കുറച്ച് ദിവസം ഓർമ്മാന് നിങ്ങൾ ഒന്നുകൊടുത്ത് വരുമ്പോ ആണ്ടുകൊണ്ട് പാന്റിന്റെ തലപ്പത്ത് കെട്ടിക്കളി, ഒരാൾ മറ്റാളെ കെട്ട് ഒന്നിച്ചുവിടുക എന്ന് പറയും. ഞാൻ ഒരു ഉദാഹരണം പറയാണ്, ഞാൻ ആണ്ടുകൊണ്ട് കെട്ടി പ്രശ്നമാക്കാൻ നിൽക്കണ്ട, ഉദാഹരണം പറയാം. ഇത് ഓർമ്മാൻ എന്തെങ്കിലും ഒരു കുലുമാലും കൊടുത്താലും വേണ്ടില്ല. മനസ്സിലായില്ല? മര്യാദക്കല്ലാത്ത എന്തെങ്കിലും ഒപ്പുണ്ടെങ്കിൽ ഓർമ്മാവും. മനസ്സിലായി? ബൈക്കിന്റെ ചാവി എവിടെ സാറിന് പോക്കറ്റിൽ ഇടുക, ഇത് പോക്കറ്റിൽ ഇടണ്ട, വാച്ചിന്റെ അടിയിൽ വെക്കുക. ഞാൻ ഉദാഹരണം പറയാണ്. അത് പിന്നെ കണ്ട് ഓർമ്മാവും, പിന്നെ മറക്കൂലെന്ന്. പിന്നെ അത് ഞാൻ അത് മറക്കൂലല്ലോ. ഞാൻ ഒന്നുനേഷമുള്ള ദുആ മറക്കൂല. എന്തേ? ഞാൻ പതിവാക്കിക്കണ്, അവൻ ഞാൻ മറക്കൂല. അതതിന്റെ കണക്ക്. പതിവാക്കാൻ പരിചയമില്ലാത്തല്ലേ മറക്കുള്ളൂ. പെണ്ണുങ്ങൾ ആരെങ്കിലും മറക്കൂല. അമ്മായിമാന്റെ അഞ്ചത്തിന്റെ മോളെ മറക്കും ചെയ്യും. ഉറപ്പനല്ലേ? അമ്മായിമാന്റെ അഞ്ചത്തിന്റെ മോള് ഇട്ടാ മറക്കൂ. പെണ്ണുങ്ങളെ മറക്കൂല. പെണ്ണുങ്ങളെ മറന്നാ പിന്നെ ഞാനെ പരി കുറഞ്ഞാക്കാൻ പറ്റും. ഈ ഇടക്കിടക്ക് യൂസ് ചെയ്യുന്ന സംഗതികളൊന്നും മറക്കൂല. ഉറപ്പാണ്. പരിചയമില്ലാത്ത വേ മറക്കും. അങ്ങോട്ട് ഉപയോഗം അങ്ങോട്ട് തുടങ്ങിയാൽ മതി, പിന്നെ മറക്കൂല എന്ന് മാത്രമല്ല, സ്വർഗത്തിലെ VIP അല്ലേ. 8 വാതിലും തുറന്നിടാൻ VIP ഒക്കെ അല്ലേ തുറന്നിട്ട് കൊടുക്കുക, ലോക്കലിന് തുറന്നിട്ട് കൊടുക്കുക. എല്ലാ വാതിലും ആർക്കാ തുറന്നിട്ട് കൊടുക്കുക? VIP-ക്ക്. അപ്പൊ ഇവന് അല്ലാഹുവിന്റെ ശേഷം ഈ ദുആ പതിവാക്കുന്ന ആള് സ്വർഗത്ത് കയറുന്നല്ല, സ്വർഗത്തിലെ VIP ആണ്. നമ്മളിങ്ങനെ സ്വർഗം ചോദിക്കണില്ലേ? പക്ഷെ ചില ആൾക്കാർക്ക് വേണ്ടി സ്വർഗം ഇങ്ങോട്ടും ചോദിക്കും. പഠിച്ചവന് ഓനെ എനിക്ക് കൊണ്ടാന്ന് ആ കൊടുത്തുപെട്ട ആളാണ്. മനസ്സിലായില്ലോ? ഒന്നും കൂടി പറയാം. നമ്മളിങ്ങനെ അള്ളഹാനോട് ചോദിക്കണ്ട സ്വർഗം കൊണ്ടാ. സ്വർഗം ചില ആൾക്കാർ അള്ളഹാനോട് അങ്ങോട്ട് ചോദിക്കും, ഓനങ്ങോട്ട് കൊണ്ടാവും. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടും പോവാ, അവിടുന്ന് ഇങ്ങോട്ടും പോവാ. എങ്ങനെ ഉണ്ടാവും? പാലം കെട്ടി. നമ്മൾ നരകത്തിനെ തൊട്ട് അഭയം തേടല്ലേ? നരകം അള്ളഹാനോട് പറയും, പക്ഷെ പഠിച്ചോനെ കുഞ്ഞാപ്പൂനെ ഇങ്ങോട്ട് ഇടരുത്, ഞാൻ ഓനെ തൊട്ട് അഭയം തേടുകയാണ്. നമ്മൾ നരകത്തിനെ തൊട്ട് അഭയം തേടുക, നരകം നമ്മളെ തൊട്ട് അഭയം തേടുക. ഇനി അത് ഭാഗ്യത്തിന് വേറെ എടുക്കാൻ പോകുന്നത്. ഇത് പതിവാക്കി നോമ്പ് ക്ലിക്കാകുന്ന ആളുകൾക്ക് ഈ വല്ലാത്ത ഭാഗ്യം അള്ളാഹു കൊടുക്കും. മാത്രല്ല 8 വാതിൽ അവന് തുറന്നു കൊടുക്കും എന്നതിനെ ചില മഹാന്മാർ വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് എങ്ങനെയാണ്: സ്വർഗത്ത് പോവാനുള്ള 8 വലിയ അമലുകൾ ജീവിത ആയുസ്സിൽ അവന് ചെയ്തു തീർക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു കൊടുക്കുന്നതാണ്. 1-2 അമലൊന്നല്ല, 8 അമലുകൾ. ആ 8 വാതിൽ കണക്കാക്കിയിട്ട് അവൻ ചെയ്ത് അള്ളാഹു കബൂലാക്കിയിട്ട് അവൻ മരിക്കുള്ളൂ എന്നും കൂടി അതിനർത്ഥമുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ അത് മറക്കരുതാരും. വേണമെങ്കിൽ പരി പോയിട്ട് അതിനായിട്ടെന്നാ ഒതുർത്താൽ എന്നാലും വേണ്ടില്ല, ഇതിനായിട്ട് ഒതുർത്താം. എന്നിട്ട് ദ്വാരക്കാം. പിന്നെ പെണ്ണുങ്ങളെ തൊട്ടോളി, കുഴപ്പമില്ല. നീ ക്ലാസ് പങ്കെടുത്തിട്ട് പരി പോയിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു വേണ്ട. സാധാരണ നടക്കണ വഴി പോലെ പതിവായിട്ട് ഉഷാറായിട്ട് കേമായിട്ട് നടന്നോട്ടെ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇതൊന്ന് പരിശീലിക്കാം. എന്തെല്ലാരും കൂടി ശരിക്കുന്നു? നോമ്പാണോ? ഒന്ന് നിയന്ത്രിക്കുകയൊക്കെ ചെയ്തോളിയാ. ഇനിയിപ്പോ ഇടക്ക് പറഞ്ഞില്ലാന്ന് പറയണ്ട. എന്നാൽ ഇതൊന്നും കൊണ്ട് ഓർമ്മയാവാനേ ഒന്ന് അങ്ങോട്ട് പതിവാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പൊതു തന്നെ ഭയങ്കര അത്ഭുതമല്ലേ? എന്താ പൊതുവില് നമ്മൾ ഏതെല്ലാം അവയവങ്ങളാ പ്രധാനമായിട്ട് കഴിയണേ? മുഖം, കയ്യ്, തല, കാല് അല്ലേ? എന്താ അത് ഇങ്ങനെ വരാൻ കാരണം? അത് കാരണമുണ്ട്. ആദം അലൈഹിസ്സലാം പഴം നിന്നപ്പോ ഇങ്ങനെ മേപ്പെട്ട് നോക്കി. അപ്പൊ അത് മുഖം കണ്ണൊക്കെ കൂടി ഉൾപ്പെട്ടാണ്. അപ്പൊ അവിടെ കഴുകുക. പഴം തിന്നത് മരത്തിന്റെ തണലിൽ ഇരുന്നിട്ടാണ്. അപ്പൊ തലമക്ക് തണലുണ്ട്. അപ്പൊ തല. പഴം പൊട്ടിച്ചത് എന്തുകൊണ്ടാ? കൈയുണ്ട്, കൈ കഴുകുക. പഴം പൊട്ടിക്കാൻ നടന്നത് എന്തുകൊണ്ടാ? കാലുണ്ട്. അപ്പൊ കാലും കഴുകുക. ഇതാണ് അതിന്റെ ഒരു ഉൾക്കാമ്പതാണ്.
ഇനി മനുഷ്യൻ കൂടുതൽ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഈ 4 അവയവം കൊണ്ടാണ്. മറ്റേ കൊണ്ടൊക്കെ എപ്പോഴെങ്കിലൊക്കെ ചെയ്യുള്ളൂ, എപ്പോഴും ചെയ്യൂല. ഈ 4 അവയവം കൊണ്ടാണ് എപ്പോഴും കൂടുതൽ തെറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ആ 4 അവയവങ്ങൾ ഒതുവിൽ ഇങ്ങനെ കഴുകുന്ന. അപ്പൊ അങ്ങനെ ആ ദോഷങ്ങളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ ഒതുവും അതിനുശേഷം ഈ ദമ്മായിട്ടുള്ള ഒരു ദ്വായം കണ്ട് സമർപ്പിച്ചാൽ ഓൻ സ്വർഗത്തിലാണെന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ VIP ആണ്. ആ കുട്ടിയല്ലേ പോലീസുകാരന് മദ്രസില് അല്ലേ? മോനെ ജനല്ലേ പോലീസുകാരനായിട്ട് അല്ലേ? ജനല്ലേ? അല്ല അന്നാ കണ്ടപ്പോ പിന്നെ ഇപ്പൊ കണ്ടോ ജനല്ല അവിടെ പോലീസുകാരനായിരുന്നു. ആ കുട്ടിയാകെ പേടിച്ചുകൊണ്ട് ജനല്ല അവിടെ തൊപ്പിട്ടിട്ട് പോലീസുകാരനായിരുന്നു. ആ ആയിരുന്നു. ഓന് പോലീസുകാരെ നോട്ടം നോക്കി ഇങ്ങനെ രണ്ടും കൂടി ഓർമ്മ വന്നാനെ. അള്ളാഹ് ഖൈറും ബർക്കത്തും ചെയ്യട്ടെ കുട്ടികൾക്ക് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്ന് മുതൽ അത് ദായിമാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി. നമ്മളെ 26ാവിന്റെ പരിപാടിന്റെ പിരിവ് നിർത്തിക്കണം അല്ലേ? നിർത്തിയിട്ടില്ലേ? ആ അല്ലാത്തൊരു തരണ്ട. ആയിക്കോട്ടെ. അല്ല നിങ്ങള് ഞാൻ രാവിലെ തന്നപ്പോ ഒക്കെ കഴിഞ്ഞിക്കണ എന്റെ അടുത്ത് വാങ്ങണ്ട വെച്ചിട്ട്. അപ്പൊ പിന്നെ ബുദ്ധിമുട്ടായിട്ട് ആരും കൊടുക്കൊന്നും വേണ്ട. അഥവാ കൊടുക്കാത്തോണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൊടുക്കും ചെയ്യാം. ബുദ്ധിമുട്ടായിട്ട് കൊടുക്കും വേണ്ട. കൊടുക്കാത്തോണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓൾക്ക് കൊടുക്കും ചെയ്യാം. അങ്ങനെയാണ്. അങ്ങനെ ആയി മാറിക്കണം ഇൻഷാ അല്ലാഹ്. ഞാൻ തെല്ലിലേ കൂടിയിട്ടുള്ളൂ കേട്ടോ. ആ വാഗ്ദാനം നൽകിയവർ കൊടുത്താളിട്ടോ. അത് നല്ലതാണ്. നമ്മളെ 26ാവിനൊന്നും വാഗ്ദാനം നൽകിയല്ല. ഇനിയിപ്പോ 1000, 1500 കൊടുക്കായിരുന്നു വെച്ചിട്ട് അവിടെ നിങ്ങൾക്ക് ലാഭമൊന്നും ഉണ്ടാവില്ല. അത് കൊടുത്താളി. ഞങ്ങൾ 25,000 പറയുന്നത് അതിന് മേലെ കൊടുത്തിട്ടുണ്ട്. ഞാനല്ല, ഞാൻ തെല്ലിയിലേ കൂട്ടിയുള്ളൂ. ഇക്കൊല്ലം കുട്ടികൾ എന്നെ മുഴുവൻ കൊടുക്കാൻ സമ്മതിച്ചില്ല. എന്താന്ന് എനിക്കറിയില്ല. വയലറിന കുട്ടികളൊക്കെ അതിൽ പങ്കെടുത്ത് അലിമുല്ലേര് വരെ പങ്കെടുത്തു. അലിമുല്ലേര് 2000 രൂപയ്ക്ക് വെച്ചിരുന്നു. ഈ കുട്ടികളൊക്കെ കുറെ വയലറിന കുട്ടികൾ 500, 1000 ഒക്കെ ആയിട്ട് ഞാൻ അതിന്റെ തെല്ലിലെ ഇക്കൊല്ലം കൂടിയിട്ടുള്ളൂ. കുട്ടികൾക്കറിയാം എനിക്ക് ഒരുപാട് ചുറ്റുപാടുണ്ട് എന്നറിയാം. അപ്പോൾ അവരൊക്കെ കൂടി ഉസ്താമാരും കൂടിക്കണം തോന്നുന്നുണ്ട്. ഞാൻ ചോദിച്ചാറുണ്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങളെല്ലാരും കൂടി കൊടുത്തു. മൂപ്പര് വാങ്ങിയിട്ടില്ല, ചവിട്ടി കടിച്ച് കൊടുത്താണ്, വാങ്ങിയിട്ടില്ല. അപ്പൊ എന്നോട് പറയുന്നൊക്കെ തേഞ്ഞ് കിണിഞ്ഞ് എന്തെങ്കിലും പൈസ തന്നെ. ഇതിലെ ഞാൻ പറഞ്ഞു ഞാരും കൊടുക്കണ്ടെന്ന്. അപ്പൊ നോക്കുമ്പോ തേഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഭക്തനെ നൽകി കൊടുത്താളി. അല്ലെങ്കിൽ ഇപ്പൊ അത് ഞാൻ വേറെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഭക്തനെ നൽകി എല്ലാവരും കൊടുത്താളി. അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. പർസോനെ ഇരുന്നും പറഞ്ഞൊക്കെ കബൂലാക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഇത് ആഖിറത്തിലെ സ്വർഗം സ്വന്താക്കാനുള്ള നിന്റെ തറവാട് നിന്റെ അനുഗ്രഹത്തിന്റെ കേദാരത്തിലേക്ക് മെമ്പർമാരാവാനുള്ള വഴികളാക്കി തരണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളിൽ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ചൊല്ലിയ സലാത്തിന്റെ സവാബ് നിന്റെ അഹബായ അക്രമായ ഞങ്ങളുടെ ഹബീബായ ഷഫിയ മുത്ത് ഹബീബിന്റെ പവിത്ര ഹദറത്തിൽ എത്തിക്കണേ അല്ലാഹ്. മറ്റ് അമ്പിയാക്കൾ മുർസലിങ്ങൾ അവിടുത്തെ അസ്ഹാബ് അസ്വാജ് ആല് അഹ്ലു ബൈത്ത് നിന്റെ ഖവാസുൽ ഖവാസ് ആണ് പെണ്ണ് ചെറുത് വലുത് ജിന്നിൻസ് എല്ലാവരിലും എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ, റമളാൻ പിരിയുകയാണ്. അനുകൂലമായി സാക്ഷേൽക്കുന്ന വിഭാഗത്തിൽ പെടുത്തണേ റബ്ബേ. പ്രതികൂല പട്ടികയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഈ പരിപാടിയിലേക്ക് വഅള് പറയുന്ന കുട്ടികൾ പലരും 500, 1000 ആയിട്ട് പൈസ തന്നിട്ടുണ്ട്. അവരെ നമ്മളെയൊക്കെ അല്ലാഹു പ്രബോധകന്മാരാക്കി തരട്ടെ. പഠിച്ചവനെ, ആ മക്കളൊക്കെ നീ ദീനിന്റെ ഇത്തിഹാദുള്ള ഇഖ്ലാസുള്ള ദായികളാക്കി തരണേ അല്ലാഹ്.
അത് കണ്ട് കൺകുളിർമക്കുള്ള അവസരം നൽകണേ റബ്ബേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم. നമ്മളെ മാമാലേജിന്റെ പേരിൽ ദ്വാരക്കാൻ അള്ളാഹു തആല ഖബർ സന്തോഷമായിക്കോട്ടെ. ചായ 10,000 രൂപ എന്തെങ്കിലും മാത്രമല്ല നോമ്പറക്കാനുള്ള സാധനങ്ങളൊക്കെ തന്നെ അള്ളാഹു തആല അദ്ദേഹത്തിന് ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. ചായ എന്നാലേ ദ്വാരക്കുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചല്ലോ കേട്ടോ. അഥവാ ചായ ഉണ്ടെങ്കിൽ ആൾക്കാർ കുടിക്കാതെ പോകണ്ടെന്ന് ഞാൻ ചോദിച്ചാണ്. അല്ല വേണമെന്നില്ല, ദ്വാരക്കാൻ പായസത്തിന്റെ ആവശ്യമൊന്നുമില്ല. ആയിക്കോട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ കുടിച്ചോളൂ, ഇല്ലെങ്കിൽ അവിടെ അങ്ങനെ തെരഞ്ഞെടുക്കും വേണ്ട. മനസ്സിലായി. അള്ളാഹു തആല കബൂലാക്കട്ടെ. അവരെ ഖബർ അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.